അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. നമ്മുടെ മന്ത്രി വി ശിവൻകുട്ടിക്ക് ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ട് ഇപ്പോൾ വന്നു. ചോദ്യോത്തര വേളയിൽ മറുപടി പറയുന്നതിനിടെ അസ്വസ്ഥത ഉണ്ടായി. ആ സമയത്ത് മന്ത്രി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഗോപാൽ ശിലാസനലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഗോപാൽ ശിലാസനൽ, ഗുരുതരമായ ഒരു പ്രശ്നമല്ലല്ലോ അല്ലേ? എനിക്ക് തളർച്ച പോലെ എന്തോ വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ചോദ്യോത്തര വേളയിൽ മറുപടി പറയുന്നതിനിടയിലാണ് അദ്ദേഹത്തിന് ചെറിയൊരു അസ്വസ്ഥത വരികയും അദ്ദേഹത്തിനെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് ഗോപാൽ? ഡോക്ടർ അരുൺ, ഒരു തരത്തിലേക്കുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളും അദ്ദേഹത്തിന് ഇല്ല എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഇന്ന് രാവിലെ നിയമസഭയിൽ ചോദ്യോത്തര വേളയിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കവെയാണ് അദ്ദേഹത്തിന് ചെറിയൊരു ശാരീരിക ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. ഓൺലൈൻ ഡെലിവറി തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സംബന്ധിച്ച ചോദ്യത്തിന് അതിൽ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും അതിനുവേണ്ടി കൃത്യമായിട്ടുള്ള ബില്ല് പാസ്സാക്കുമെന്നും അടക്കമുള്ള മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. അപ്പോൾ ചെറിയ തരത്തിലേക്കുള്ള ശാരീരിക ബുദ്ധിമുട്ട് നേരിട്ടു. ഈ മറുപടി പൂർത്തിയാക്കാൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായി. ഇതോടുകൂടി തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാഫ് ചേർന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് സ്പീക്കറുടെ നിർദ്ദേശപ്രകാരം മന്ത്രി MP രാജേഷാണ് അദ്ദേഹം മറുപടി പറയേണ്ട ചോദ്യങ്ങൾക്ക് തുടർന്ന് മറുപടി നൽകിയത്. നിലവിൽ അദ്ദേഹം തിരുവനന്തപുരത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സയിലാണ്. മറ്റു തരത്തിലേക്കുള്ള ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു അസ്വസ്ഥതകളും ഇല്ല എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന വിവരം. ഓക്കെ, താങ്ക് യു ഗോപാൽ. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്നുകൂടി തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു വ്യവസായത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിനും ഗവൺമെന്റ് കൂട്ടുനിൽക്കുന്ന പ്രശ്നമേ ഇല്ല. ശ്രീ സ്റ്റീഫൻ, ശ്രീ പി രാജീവ്, അദ്ദേഹത്തെ ഒന്ന് മാറ്റി നിങ്ങൾ ആരെങ്കിലും ഒന്ന് എടുത്താൽ മതി. സ്പീക്കർ ഇടപെട്ടു. ഉടൻ തന്നെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഗുരുതരമായ പ്രശ്നങ്ങളില്ല, ചെറിയൊരു ദേഹാസ്വസ്ഥ്യമാണ്. ഒരുപക്ഷെ സംസാരിച്ചുകൊണ്ട് നിന്ന സമയത്ത് ചെറിയ പാൽപിറ്റേഷൻ വന്നതോ ഒന്ന് ദേഹം തളർന്നതോ ആവാം. ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഗോപാൽ ശിലാസനിലാണ് വിവരങ്ങൾ നൽകിയത്.